ഗർഭചിത്രം നടത്തി എന്നല്ലേ പറയുന്നത്. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിച്ചോട്ടെ, കഴിഞ്ഞ കേസിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അതിനു മുമ്പത്തെ കേസിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മാഡം പറഞ്ഞതിനോടും കൂടെ ചേർത്ത് പറയാം, ബ്രൂട്ടൽ റേപ്പാണ്. ആദ്യ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഗർഭിണിയായിരിക്കുമ്പോൾ റേപ്പ് ചെയ്തു എന്നടക്കം പറഞ്ഞു. രണ്ടാമത്തെ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഇത് മീഡിയക്കാരെ ഒരു നറേറ്റീവ് സെല്ല് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ഓർക്കേണ്ടത്, നാളെ വേറൊരു പാർട്ടി വന്നാൽ അവരുടെ ശത്രുക്കൾക്കെതിരെ ഇത് തന്നെ ചെയ്യില്ലേ? മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹാബിച്വൽ ആണെന്ന് പറയാൻ ആദ്യ 2 കേസ് ശരിയാവണ്ടേ? അതായത് ഒരാൾക്കെതിരെ 10 വ്യാജ പരാതി വന്നു എന്നിരിക്കട്ടെ, അയാൾ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയാൻ പറ്റൂ? ആദ്യ 2 പരാതികൾ ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയല്ലേ പറഞ്ഞത്? രാഹുൽ ഈശ്വർ അല്ലല്ലോ. അതായത് രണ്ടാമത്തെ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു. കോടതിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതിയിൽ നമ്മുടെ സെഷൻസ് കോടതിയാണെന്ന് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ ആ റേപ്പ് ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. കൺസെന്റോടുകൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് പിന്നീട് റേപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആണിന് എന്താ പിന്നെ രക്ഷ? ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഏത് പുരുഷനും റിസ്കിലല്ലേ? അവിടെയാണ് ഈ മെൻസ് കമ്മീഷനൊക്കെ വരണമെന്ന് പറയുന്നത്. കാര്യം, സർക്കാരോ പോലീസോ ഒരു നറേറ്റീവ് പറയുമ്പോൾ മാധ്യമങ്ങൾ അതേപോലെ എടുത്തതും കൊടുക്കും. നാളെ ഏത് പുരുഷനും കൊടുക്കില്ലേ? നാളെ എന്റെ മകനോ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ അച്ഛനോ ഇതെല്ലാം അറസ്റ്റ് ചെയ്തൂടെ? കാര്യം ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. മാഡം ഇപ്പം പറയുന്നവർക്കോ ബ്രൂട്ടൽ റേപ്പാണ് നടന്നതെന്ന്. റേപ്പ് ഒരിക്കലും ബ്രൂട്ടൽ അല്ലാതാകുന്നില്ല. റേപ്പ് ഏറ്റവും മനുഷ്യത്വഹീനമായ കാര്യമാണ്, കൊലപാതകം പോലെയാണ്. പക്ഷേ ആ റേപ്പിനെ കുറിച്ച് വ്യാജ കംപ്ലൈന്റ് പറയുന്നതോ 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ശരിയല്ലെന്നും വ്യാജ റേപ്പ് കേസുകളാണെന്നും കോട്ട് ചെയ്തുകൊണ്ട് BBC-യുടെ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ്? കാര്യം ഇത് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും, അവന്റെ ജീവിതം നശിക്കും. ഇപ്പം താങ്കൾ തന്നെ ചോദിച്ചു, നിരന്തരമായി വരുന്നു ഹാബിച്വൽ ഒഫൻഡർ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആദ്യ 2 കേസുകൾ നിലനിൽക്കില്ലെങ്കിൽ ഇതല്ലേ ആദ്യ കേസ്? ആദ്യ 2 കേസുകൾ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ആദ്യ കേസ്? അപ്പോൾ ഒരാളെ, എനിക്ക് റിക്വസ്റ്റ് CPM ഗവൺമെന്റിനോടുള്ളതേ, അങ്ങനെ കള്ളക്കേസുകൾ എടുത്താൽ അതിന് അവസാനമില്ല. നാളെ വേറൊരു ഗവൺമെന്റ് വന്നാൽ CPM-കാർക്കെതിരെ കള്ളക്കേസ് എടുക്കും. അത് ശരിയല്ല. അവിടെയാണ് അത് ശരിയല്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ പല വേദികളിലായിട്ട് പറയുന്നു, ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83-84 വയസ്സായ മനുഷ്യനെ നിങ്ങൾ പീഡിപ്പിക്കരുത്. കാര്യം, വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്, സ്ട്രോക്ക് വന്നതാണ്. നമ്മൾ ആരോടെങ്കിലും ജയിക്കാനോ ആരുടെയെങ്കിലും പുറത്ത് ദേഷ്യം തീർക്കാനോ ആരുടെയെങ്കിലും പുറത്ത് കുതിര കയറാനോ കേസിനെയും നിയമ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്താൽ പിന്നെ അതിന് അവസാനമില്ല. ഈ കേസും ആലോചിച്ച് നോക്കുക. നാളെ കോടതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു എന്നിരിക്കട്ടെ, അടുത്ത കേസ് ഒന്നുകൂടി. എന്ത് ചെയ്യാനാണ്? എന്താ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധം ഉയർത്താം. ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വിചാരണ തടവുകാരായി 4-5 വർഷം കിടക്കുന്ന ആൾക്കാരെ പോലെ, കള്ളക്കേസിൽ കുടുങ്ങി 1.5 വർഷം പോയതുപോലെ, നമ്മുടെ തിരുവനന്തപുരം MP-ക്കടക്കമെതിരെ വ്യാജ പരാതികൾ നോർത്ത് ഇന്ത്യയിലെ ചില മീഡിയകൾ കൊണ്ടുപോകുന്ന പോലെ, അദ്ദേഹം ഭാര്യയെ ബ്രൂട്ടലായി കൊന്നു എന്ന് പറയുന്നത് പോലെ, ഇതിനൊരു അവസാനമില്ല. അവിടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവധാനത വേണമെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മളെല്ലാം തള്ളി പറയണം.